സ്വന്തം പിതാവ് കണ്ടുവെച്ച ബ്ലൂ ഫിലിമിന്റെ ബാക്കി കണ്ട് അത് പ്രയോഗിക്കാൻ വേണ്ടി 6 വയസ്സുകാരിയെ കൊന്ന് മരപ്പത്തിൽ ഒളിപ്പിച്ചത് സ്വദേശത്താ മനുഷ്യരെ നമ്മളെ നാട്ടില? അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന പെണ്ണിനോടൊപ്പം തന്റെ പോറ്റി വലുതാക്കിയ 18ഓളം കാലം ജീവിതത്തിൽ പോറ്റി വളർത്തി വലുതാക്കിയ കുടുംബത്തെ മറന്ന്, രക്ഷിതാക്കളെ മറന്ന്, കൂടെ പഠിക്കുന്നവന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പെൺമക്കളുടെ കഥകൾ. ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടാവുക, കണക്ഷൻ ഉണ്ടാവുക എന്നതൊക്കെ ആണത്തിന്റെ ലക്ഷണമായി കണ്ട് വ്യഭിചാരത്തിലും അതിരുകടന്ന അവിഹിത ബന്ധത്തിലും ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജാരന്മാരായ ഭർത്താക്കന്മാരുടെ കഥ. തന്റെ കരളിനെ പോലെ ചേർത്ത് പിടിക്കേണ്ട ഭർത്താക്കന്മാർക്ക് പകരം പരപുരുഷന്മാർക്ക് വേണ്ടി മനസ്സും ശരീരവും സമയങ്ങളും ചെലവഴിച്ചു കൊടുത്ത് സ്വന്തം ഭർത്താവിനെ പോലും കൊട്ടേഷൻ കൊടുത്തു കൊല്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ജാരത്തികളായ കുടുംബിനികളുടെ കഥ. ഒരേ വാപ്പാന്റെ മക്കളിൽ പലരും ഇന്ന് അലോഗ്യത്തില, മുഖത്തോട് മുഖം നോക്കാത്തവരാ. എന്ത് കാരണത്തിന്റെ പേരിൽ? മരിച്ച വാപ്പാന്റെ വീതം വെച്ച പറമ്പിലുള്ള ഒരു മരത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെ കണ്ടിട്ട് മാസങ്ങളായി പല വാപ്പാരും, വനിയനെ കണ്ടിട്ട് വർഷങ്ങളായി പല ജ്യേഷ്ഠന്മാരും പെങ്ങളെ വീട്ടിലേക്ക് ചെല്ലാറില്ല. മാസത്തിലൊരിക്കൽ നാട്ടിൽ ചെല്ലുമ്പോ വേണ്ടപ്പെട്ട നാട്ടുകാരെയൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പോ ഒരു വേള എന്റെ സ്വന്തം രക്തത്തെ ഒന്ന് കാണാൻ താല്പര്യം തോന്നാറില്ല. കാരണം അത്ര ലോക്യത്തിലല്ല. 2 കൊല്ലമായിട്ട് അലോക്യത്തില. ലാഘവത്തമാ നമ്മളിൽ പലർക്കും. ലാഘവത്തോടെയാ നമ്മൾ അതിനെ കാണാറുള്ളത്. എത്രമാത്രം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പോലും നമുക്കിന്ന് സന്തോഷത്തിന്റെ വർത്തമാനങ്ങളാ. അതുകൊണ്ടാണല്ലോ ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന ഒരു വ്യാപാര സമുച്ചയം കത്തി ആളിക്കൊണ്ടിരിക്കുമ്പോ അത് വീഡിയോയിൽ പകർത്തി എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുമെന്ന് തീരുമാനമെടുക്കുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകൾ, സംസ്കാര ശൂന്യതയുടെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ എന്ന പോലെ മുഴുവൻ മനുഷ്യരിലും നമുക്ക് കാണാൻ സാധിക്കും. അന്യന്റെ മലമൂത്ര വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മളുടെ മനസ്സുകൾ പാകപ്പെട്ടു തുടങ്ങി. റോഡരികിൽ അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നൊലിച്ച് കിടക്കുമ്പോ പോലും താളം തെറ്റിയ മാറിപ്പോയ ഷാളിനുള്ളിലൂടെ പെണ്ണിന്റെ അർദ്ധനഗ്നതകളെ വശീകരണത്തോടെ ഒപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന മനുഷ്യത്വത്തിന്റെ ഒരംശം പോലും മനസ്സിൽ കാണാത്ത ക്രൂരമായ സംസ്കാര ശൂന്യതയുടെ കഥകളെ ഇന്ന് ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനുള്ളൂ. എന്തുകൊണ്ട്? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്ര നൈർമല്യത്തോടുകൂടി, എത്ര നല്ല മനുഷ്യത്വത്തോടുകൂടിയാ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. നുണക്കൊയ്കളുമായി ചിരിക്കാൻ അറിയുന്ന ഒരു ജന്മം, മാതാവിന്റെ അടുകിൽ നിന്ന് ഒലിച്ചു വരുന്ന പാല് കുടിച്ചു വളർന്ന നമ്മളുടെ കൗമാരം, അതിന്റെ യാഥാർത്ഥ്യത്തിൽ കൈപിടിച്ച് നടന്ന് ലോകം കണ്ട് സന്തോഷിച്ചിരുന്നൊരു യൗവനം. ആ കാലഘട്ടം മാറുമ്പോ, സമയം മുൻപോട്ട് പോകുമ്പോ സുമ്മറദനാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും നികൃഷ്ടനായ ഒരു മനുഷ്യനായി ആ സൃഷ്ടികൾ മാറുന്ന കാഴ്ച, മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. എന്തുകൊണ്ട് ഈ ഒരു മാറ്റം സംഭവിക്കുന്നു? അള്ളാഹുവിന്റെ തിരുദൂതന്റെ മാതൃകയിൽ നിന്ന് നമ്മളിൽ പലരും പിന്നോട്ട് പോയതുകൊണ്ട്. എന്റെ ജീവിതത്തിൽ എന്തു നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് പരസ്യ മോഡലുകളാണ്. എന്റെ മക്കൾ എന്ത് ധരിക്കണം, എന്റെ മക്കൾ എന്ത് കഴിക്കണം, ഞാൻ എങ്ങനെ നടക്കണം, എന്റെ ഇടപാടുകളിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത് ലോകത്തിന്റെ തിരുദൂതനല്ല. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെ ജീവിതത്വം കൊണ്ട് സ്വന്തം മക്കൾക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ എന്റെ പൊന്നു രക്ഷിതാക്കളെ നമ്മെ കൊണ്ട് സാധിക്കുമായിരുന്നു. ഇന്ന് എന്റെ ജീവിതം നിയന്ത്രിക്കുന്നത് ലോകത്തിന്റെ തിരുദൂതനല്ല. ആ തിരുദൂതനെ ചൂണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിൽ നിങ്ങൾക്ക് കൃത്യമായൊരു മാതൃകയുണ്ട്. എന്താണോ ലോകത്തിന്റെ തിരുദൂതൻ ചെയ്തത്, ആ സ്വഭാവത്തിന്റെ ഉടമകളാവാൻ ഈ ലോകത്ത് ഒരു മനുഷ്യന് നേടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് ഒരു നല്ല മനസ്സിന്റെ, സംസ്കാരത്തിന്റെ, നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാ. നാട്ടിൽ പല വിഷയത്തിലും ഇടപെടുമ്പോ ചില കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും വിലയിരുത്താറുണ്ട്. ഇന്ന വ്യക്തിയെ കുറിച്ച് ജനങ്ങൾ ചോദിക്കും, ആൾക്കാർ തിരിച്ചു പറയും നല്ല സാമ്പത്തിക സ്ഥിതി, നല്ല മക്കളും ഉണ്ട്, അത്യാവശ്യം നല്ല രൂപത്തിലാ ജീവിതവും. പക്ഷേ എന്തൊക്കെ ഉണ്ടായിട്ടെന്താ, ഒരു മനസ്സ്, ഒരു നല്ല മനസ്സാ വ്യക്തിക്കില്ല. എന്തോ ഒരു വൃത്തികെട്ട സ്വഭാവമാ. കുറച്ചു സമയം
അയാളോട് ചെലവഴിക്കാൻ തോന്നാറില്ല. സകല വൃത്തികേടുകളും അയാളിലൂടെ നമുക്ക് കാണാനും സാധിക്കും. ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠത അവന്റെ സ്വഭാവമാണ്. ആ സ്വഭാവമാണ് അവന്റെ സംസ്കാരം. ആ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ നാം തന്നെ തീരുമാനിക്കണം. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ തിരുദൂതനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സഹാബ വനിതകൾ ചോദിച്ചു, അല്ല ആയിഷ, നിന്റെ പ്രവാചകൻ, നിന്റെ ഭർത്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം അത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു. ഒരു ഭർത്താവിന്റെ വിലയാണത്. എന്റെ വില തീരുമാനിക്കേണ്ടത് ഈ കൂടിയിരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. നിങ്ങൾ എനിക്കൊരു കോടിയുടെ വിലയിട്ടാലും ഞാൻ മഹർ കൊടുത്ത് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എന്റെ പെണ്ണ് എനിക്ക് 10 വിലയിടുന്നുള്ളൂ എങ്കിൽ ആ 10 എന്റെ വില. ഒരാണിന്റെ വില തീരുമാനിക്കേണ്ടത് അവന്റെ വീട്ടിലെ കെട്ടിയ പെണ്ണ. അതുകൊണ്ട് ആ തിരുദൂതനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സഹാബാക്കൾ ചോദിച്ചപ്പോ കാന ഖുലുഖുഹു ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു എന്ന് തിരിച്ചു പറയുന്നൊരു മാതൃക. അതേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ മരണം വരെ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞതും ലോകത്തിന്റെ തിരുദൂതൻ, എന്റെ പ്രാണനെ പോലെ എന്നെ സ്നേഹിച്ച ലോകത്തിന്റെ തിരുദൂതൻ, എത്യോപ്യക്കാരായ ആയുധാഭ്യാസക്കാര് വന്നപ്പോ ഭാര്യയുടെ സങ്കടം കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ആയുധാഭ്യാസം കാണിച്ചു കൊടുക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യും പിടിച്ച് എത്യോപ്യക്കാര് ആയുധാഭ്യാസം നടത്തുന്ന കൂടാരത്തിന്റെ വെളിയിൽ നിന്ന് സ്വന്തം തോൾഭാഗം ആയിഷ ബീവിക്ക് കാണിച്ചു കൊടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ താടിയെല്ലുകൾ അള്ളാഹുവിന്റെ തിരുദൂതന്റെ തോളത്തമർത്തി വെച്ച് ആ കാഴ്ച കാണുമ്പോ ആ താടിയെല്ലുകൾ അമരുന്നതിന്റെ വേദന കാരണം നിനക്ക് മതിയായിട്ടില്ലേ മോളെ ആയിഷ എന്ന് ചോദിച്ചപ്പോ വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതന്റെ തോളത്ത് ആ താടി വെച്ച് നിൽക്കാനുള്ള പൂതി കൊണ്ട് എനിക്ക് മതിയായിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ തിരുദൂതനോട് ആയിഷ ബീവി തിരിച്ചു പറയുമ്പോ അവസാനം ആയിഷ ബീവിയുടെ കാഴ്ചകൾ അവസാനിക്കുമാറ്, പൂതി തീരുമാറ് കാണിച്ചു കൊടുത്ത് കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോ ഓട്ടമത്സരം നടത്തുന്ന ലോകത്തിന്റെ തിരുദൂതൻ, ആ തിരുദൂതനെ കുറിച്ച് മരിക്കുന്നത് വരെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതും, എന്റെ ഹബീബായ എന്റെ റസൂലിന് വയറ് നിറച്ചു ഭക്ഷണം കൊടുക്കാൻ, റൊട്ടി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്നാലോചിച്ച് വിങ്ങിപ്പൊട്ടുന്ന ഒരു ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്ഥാനം, അതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം. ആ സ്വഭാവം ഭാര്യക്ക് ഭർത്താവിൽ നിന്നും, ഭർത്താവിന് ഭാര്യയിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കേണ്ടതാ. അങ്ങനെ നേടിയെടുക്കുന്ന കുടുംബങ്ങളിലെ സംസ്കാരം വളരൂ, അങ്ങനെയുള്ള വ്യക്തികളിലെ സംസ്കാര സമ്പന്നതയുണ്ടാകൂ. അതുകൊണ്ടാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറയുമ്പോഴേക്കും എന്റെ ഖദീജാന്റെ പേര് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ലോകത്തിന്റെ തിരുദൂതൻ എന്നൊക്കെ മക്കയിൽ വന്നിട്ടുണ്ടോ? വന്ന ഓരോ ദിവസങ്ങളിലും ഖദീജ ബീവിയുടെ ഖബറും പുറത്ത് ചെന്ന് നെഞ്ചുരുകി ഖദീജ ബീവിക്ക് വേണ്ടി കരയുന്ന ലോകത്തിന്റെ തിരുദൂതൻ, എന്റെ ഖദീജക്ക് പകരമാകില്ല നിങ്ങൾ ആരും എന്ന് വിങ്ങിപ്പൊട്ടി പറയുന്ന ലോകത്തിന്റെ റസൂലുള്ള ഒരു പെണ്ണിന്റെ ശ്രേഷ്ഠതയാണത്. കെട്ടിയ ആണിന്റെ മനസ്സിന്റെ വില, ആ സംസ്കാരം, ആ സ്നേഹം, ആ സ്വഭാവം, അതായിരിക്കണം നമുക്ക് നേടാനുള്ള ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സ്വത്ത്. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രബോധനത്തിന് അയച്ചു. അങ്ങനെ അയക്കുന്ന സെക്കൻഡിൽ കൊടുത്ത ഉപദേശത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു ഉപദേശം, യാ മുആദ്, അല്ലയോ മുആദ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പ്രകാരം നീ അള്ളാഹുവിനെ ഭയപ്പെടണം. അവിടെ നിർത്തിയില്ല ലോകത്തിന്റെ തിരുദൂതൻ, വീണ്ടും ഓർമ്മപ്പെടുത്തി, വഖാലിഖുൻ നാസ ബിഖുലിഖിൻ ഹസന, നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ പെരുമാറാനും സാധിക്കണം. നിന്റെ സംസ്കാരം നന്നാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണം. ഇന്നും ഈ ലോകത്തിന്റെ തിരുദൂതനെ ഓർക്കുന്നത് ആ സംസ്കാര സ്വഭാവം കൊണ്ട. അലം നശ്റഹ് ലക സദ്റക് വറഫഅനാ അൻക ദിക്റക്, ലോകത്തിന്റെ തിരുദൂതരെ നിങ്ങളെ ജനങ്ങൾ ഓർക്കാനുള്ള കാരണം നിങ്ങളുടെ സ്വഭാവമാണെന്നും മനസ്സിന്റെ വിശാലതയാണെന്നും ലോകത്തിന്റെ റബ്ബ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക രംഗത്ത് നമ്മുടെ സ്വഭാവങ്ങളിൽ കൃത്യമായൊരു മാറ്റം കൊണ്ടുവന്നേ നമുക്ക് മതിയാകൂ. അമിതമായ ദേഷ്യം അത് പിശാചിൽ നിന്നുള്ളതാണ്. എനിക്ക് സ്വർഗം വേണം റസൂലേ എന്ന് ആവർത്തിച്ച് ചോദിച്ച ലോകത്തിന്റെ തിരുദൂതന്റെ സ്വഹാബിയോട് ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്ന് തിരിച്ചു പറയുന്ന
അള്ളാഹുവിന്റെ തിരുദൂതന്റെ മാതൃക അത് നമ്മുടെ സംസ്കാരമാ. ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത, കാരുണ്യമുള്ള, സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുന്ന നമ്മുടെ പ്രവാചകന്റെ മാതൃക. അതുകൊണ്ടാണല്ലോ ഒരു തടവറയിൽ കിടക്കുമ്പോ ഒറ്റക്കിരുന്ന് വിങ്ങിപ്പൊട്ടിക്കരയുന്ന മഹാത്മാഗാന്ധിയോട് ജയിലറക്കുള്ളിലുള്ള ആളുകൾ ചോദിച്ചു, ഗാന്ധി, എന്തിനാ നിങ്ങൾ കരയുന്നത്? ശിക്ഷയെക്കുറിച്ച് ഭയപ്പെട്ടിട്ടാണോ? അല്ല എന്ന് തിരിച്ചു മറുപടി പറയുന്നതോടൊപ്പം കയ്യിലുള്ള ഒരു പുസ്തകം കാണിച്ച് ഗാന്ധിജി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് തിരിച്ചു പറഞ്ഞ മറുപടി, ഞാൻ ഇതുവരെ വായിച്ചു കൊണ്ടിരുന്നത് മുഹമ്മദ് എന്ന പ്രവാചകന്റെ ജീവചരിത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ കാരുണ്യം, അദ്ദേഹത്തിന്റെ സംസ്കാരം, അദ്ദേഹത്തിന്റെ വിനയാന്യത, കുലീനത, തറവാടിത്വം, അദ്ദേഹത്തിന്റെ നിയന്ത്രണം, അദ്ദേഹത്തിന്റെ സ്നേഹം, അതൊക്കെ കേട്ട് വായിച്ചപ്പോ അവസാനം അതിന്റെ പേജ് തീർന്നുപോയി. പേജ് തീർന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാതായി പോയി. ആ ഒരു മാതൃകയാണ് സാംസ്കാരിക രംഗത്ത് നമുക്ക് പിന്തുടരാനുള്ള മാതൃക. ഓരോ വ്യക്തികളോടും ഓരോ വിഭാഗത്തോടും ആ സംസ്കാര സമ്പന്നതയുടെ മനസ്സിലാക്കി പൊരുത്തത്തോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഒരു ചരിത്രം നമുക്ക് മറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനത്തെ പള്ളിയിൽ താമസിക്കുന്ന കാലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബാക്കൾക്കും അന്ന് മുഴുപ്പട്ടിണിയ. 3-4 ദിവസം പട്ടിണി കിടക്കുന്ന അള്ളാഹുവിന്റെ തിരുദൂതനും സഹാബത്തും അവർക്കാകെ കിട്ടുന്നത് ആരെങ്കിലും എന്തെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളാ, ഹദിയകളാ. പലരും സമ്മാനം കൊടുക്കുന്നത് കണ്ട മദീനയിലെ തെരുവിലെ വൃദ്ധയായ ദരിദ്രയായ ഒരു സ്ത്രീ മനസ്സിൽ തീരുമാനമെടുത്തു, എല്ലാവരും റസൂലുള്ളാഹ്ക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, എനിക്കും എന്തെങ്കിലും റസൂലുള്ളാഹ്ക്ക് കൊടുക്കണം. ആ തീരുമാനത്തോടെ ആ ദരിദ്രയായ പെണ്ണ് അധ്വാനിച്ചു. സമ്പാദിച്ച സമ്പത്തിനെ കൊണ്ട് 1 കൊല മുന്തിരി മദീനയിലെ തെരുവിൽ ചെന്ന് വാങ്ങി. ആ മുന്തിരിയുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കെത്തി. സന്തോഷത്തോടെ, ഇതെന്റെ ഹദിയയാണ് റസൂലേ, നിങ്ങൾക്കായി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുന്തിരി അള്ളാഹുവിന്റെ തിരുദൂതന്റെ കയ്യിൽ കൊടുത്തു. അതിലുള്ളൊരു മുന്തിരി പൊട്ടിച്ച് ലോകത്തിന്റെ റസൂലുള്ള വായിലേക്കിട്ടു. ആ വായിലിട്ട മുന്തിരി ചവച്ചരച്ച് അള്ളാഹുവിന്റെ റസൂലുള്ള ഇറക്കി. 2ാമത്തെ മുന്തിരിയും കടിച്ചെടുത്തു. ഓരോരോ മുന്തിരിയും ആ മുന്തിരിക്കൊലയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോ ആശയോടെ സഹാബാക്കൾ അതിന്റെ നേരെ നോക്കി. ഇതല്ലല്ലോ റസൂലുള്ളാന്റെ നടപടി. എന്ത് റസൂലുള്ളാക്ക് കിട്ടിയാലും ആദ്യത്തെ 1-2 അള്ളാഹുവിന്റെ തിരുദൂതൻ എടുക്കും, ബാക്കി മുഴുവനും സഹാബാക്കൾക്ക് വീതിച്ചു കൊടുക്കാറാ. പക്ഷെ ഈ മുന്തിരി റസൂലുള്ള സഹാബത്തിന് കൊടുക്കുന്നില്ല. സങ്കടം കൊണ്ട് ഓരോ സഹാബത്തും റസൂലുള്ളാന്റെ കൈക്കലിനെ നോക്കി നിന്നു. അവസാനത്തെ മുന്തിരിയും തിന്ന് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി അൽഹംദുലില്ലാ എന്ന് ലോകത്തിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞപ്പോ ആ സന്തോഷത്തോടെ ആ വൃദ്ധയായ സ്ത്രീ തിരിച്ചു നടന്നു. കൺമുൻപിൽ നിന്ന് ആ സ്ത്രീ മറഞ്ഞ സെക്കൻഡിൽ സഹാബാക്കൾ ഒരൽപ്പം പരുഷ സ്വഭാവത്തോടെ ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ എന്ത് പണിയായി ചെയ്തത്? ഇങ്ങനെയല്ലായിരുന്നല്ലോ താങ്കൾ. എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്കും കൂടി അത് നൽകാറുണ്ടായിരുന്നല്ലോ. ഒരു മുന്തിരി പോലും ഞങ്ങൾക്ക് എന്തേ റസൂലെ നൽകാതിരുന്നത്? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി ലോകത്തിന്റെ മാതൃകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, സഹാബത്തെ, അതിലുള്ള ഒരു മുന്തിരി എടുത്ത് വായിലിട്ടപ്പോയേക്കും അതിന്റെ പുളിപ്പും ചവർപ്പും കാരണം അങ്ങ് തുപ്പിക്കളഞ്ഞാലോ എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഞാനെങ്ങാനും അത് തുപ്പിക്കളഞ്ഞാൽ അത് തന്ന ആ പെണ്ണിന്റെ മുഖത്തുണ്ടാകുന്ന സങ്കടം ആലോചിച്ചപ്പോ എനിക്കത് തുപ്പാൻ തോന്നിയില്ല. ഓരോന്നും ഞാൻ കഴിച്ചു. എനിക്കറിയാം സഹാബത്തെ, അതിലൊരു മുന്തിരി എങ്ങാനും നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നെങ്കിൽ നിങ്ങളത് തുപ്പും, എനിക്കുറപ്പാ സഹാബത്തെ. അങ്ങനെ നിങ്ങളത് തുപ്പിയാലും ആ പെണ്ണതിന്റെ സങ്കടം അനുഭവിക്കേണ്ടി വരും. അതില്ലാതിരിക്കാനാ ആ പെണ്ണിന്റെ മുഖം സന്തോഷത്തോടെ തിരിച്ചു പോകാൻ വേണ്ടിയാ ഞാനത് മുഴുവനും തിന്നത് എന്ന് തിരിച്ചു പറയുന്ന കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ നിറകുടമായിരുന്ന ലോകത്തിന്റെ തിരുദൂതൻ. ആ തിരുദൂതന്റെ അനുയായികൾക്ക് എങ്ങനെയാ മനുഷ്യരെ റമളാൻ എന്ന് കേൾക്കുമ്പോ വേണ്ടാത്തതും വേണ്ടതും വെച്ച് വിളമ്പി കരിച്ചതും പൊരിച്ചതും മാത്രം തിന്ന് അയൽപ്പത്ത് പട്ടിണി അടക്കുന്നവന്റെ കണ്ണുനീരറിയാതെ ഒരു നേരത്തെ മരുന്നിനു വേണ്ടി ആശുപത്രികളിൽ ചക്രശ്വാസം വലിക്കുമ്പോ കൊരച്ചു തുപ്പുന്ന ചോരയോടൊപ്പം പുറത്തേക്ക് വരുന്ന കൊടലുമാലകൾ കണ്ട് വിങ്ങിപ്പൊട്ടുന്ന കുടുംബങ്ങൾ ഉണ്ടാകുമ്പോ നമുക്കെങ്ങനെ പണം ദൂർത്തടിച്ചു കളയുന്ന ഒരു മാസമായി പരിശുദ്ധ റമളാനിനെ ചിട്ടപ്പെടുത്താൻ സാധിക്കും? മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിച്ച അള്ളാഹുവിന്റെ തിരുദൂതൻ യുദ്ധത്തിന് പോകുന്ന സെക്കൻഡിൽ ഒരു ഇടവഴിയിലൂടെ എളുപ്പത്തിൽ ആ സ്ഥലത്തേക്ക് എത്താമെന്ന് സഹാബാക്കൾ ഓർമ്മപ്പെടുത്തിയപ്പോ തന്റെ ഒട്ടകത്തെയും തെളിച്ച്
ഇടവഴിയിലേക്ക് കാലെടുത്ത് വെച്ച അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബാക്കളോട് എല്ലാവരും കേൾക്കുമാറ് ശക്തിയായി വിളിച്ചു പറഞ്ഞു, പ്രവേശിക്കല്ലേ സഹാബത്തെ, ഈ വഴി നമുക്ക് യാത്രാ സൗകര്യമില്ല. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചക, എളുപ്പത്തിൽ ആ സ്ഥലത്തേക്ക് എത്താം, ഈ വഴി തെരഞ്ഞെടുക്കാതിരിക്കാൻ എന്താ കാരണം? അരിച്ചു നീങ്ങുന്ന ധാന്യമണികളുമായി അരിച്ചു നീങ്ങുന്ന ഉറുമ്പ് കൂട്ടങ്ങളെ നോക്കി ലോകത്തിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി, ആ പ്രാണികൾക്കും ആ ഉറുമ്പുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവർ യാത്ര ചെയ്യട്ടെ. നമ്മൾ ആ വഴിയിൽ യാത്ര ചെയ്താൽ ആ ഉറുമ്പ് കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകും, അവര് നശിച്ചു പോകും. അതുകൊണ്ട് വേണ്ട സഹാബത്തെ, ഈ വഴി നമുക്ക് മാറിപ്പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടവഴി മാറി സുദീർഘമായ യാത്രക്ക് വഴി തെരഞ്ഞെടുത്ത ലോകത്തിന്റെ തിരുദൂതന്റെ അനുയായികൾക്ക് എങ്ങനെയാ മനുഷ്യരെ റമദാൻ എന്ന് കേൾക്കുമ്പോ വേണ്ടതും വേണ്ടാത്തതും വാരി വലിച്ചു ഭക്ഷിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ സാധിക്കുക? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ലോകത്തോട് വിട പറഞ്ഞ സഹാബാക്കളുടെ ചരിത്രം അറിയാമല്ലോ നമുക്ക് ഓരോരുത്തരും. ആരാമിസ് റളിയല്ലാഹു അൻഹു ദിവസം ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നാം ചെലവഴിക്കുന്ന, നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന പരിശുദ്ധ റമദാനും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും ഇതുവരെ നമ്മൾ നടത്തിപ്പോന്നിട്ടുള്ള സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും ഒരു മാറ്റം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിലാണെങ്കിൽ പരിശുദ്ധ റമദാനിനെ കൊണ്ട് ഒരു നേട്ടവും നേടിയെടുക്കാൻ പറ്റാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിരിക്കും അല്ലാഹു തആല നമ്മളെ കൂട്ടിച്ചേർക്കുക. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധ റമദാനിൽ മറ്റൊരുത്തന്റെ വിശപ്പിന്റെ കാഠിന്യവും ആ മനുഷ്യരോട് കരുണ കാണിക്കാനുള്ള ലോകത്തിന്റെ തിരുദൂതൻ കാണിച്ചു തന്ന മാതൃകയും ഒരിക്കലും നമ്മൾ ആരും മറന്നുപോകാൻ പാടില്ല. ഈ സംസ്കാരങ്ങളും ഈ മാറ്റങ്ങളും നമ്മളുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു ഭാഗം, നമ്മുടെ കാഴ്ചകളെയും കേൾവികളെയും നിയന്ത്രിക്കാനും സൂക്ഷിക്കാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച മാതൃകയിലേക്ക് മാറാനും ജീവിതം സംസ്കാര സമ്പന്നമാക്കാനും നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ.